അമ്മ അസോസിയേഷന്റെ ഇലക്ഷൻ ആണ്. അപ്പം ലാലേട്ടൻ മാറുന്നു എന്ന് പറഞ്ഞു, പക്ഷെ ലാലേട്ടൻ മാറുന്നില്ല. ഇടവേള ബാബുചേട്ടൻ മാറുന്നു. 25 വർഷത്തിന് ശേഷമാണ്. സിദ്ദിഖിക്ക് ആ ഒരു പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിരുന്നു. സിദ്ദിഖിക്ക് എതിരായിട്ട് പലരും കൊടുക്കുന്നു. അങ്ങനെ പല പല കോക്കസുകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ചേട്ടനും ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ വരുന്നത്? അല്ല, ഇലക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നല്ലതാണ്. ഇപ്പൊ സുരേഷ് ചേട്ടനെ നോമിനേറ്റ് ചെയ്തിട്ടാണ് MP ആക്കുന്നതെങ്കിൽ അതിൽ കാര്യമില്ല. ഇതിനു മുമ്പായിട്ടുള്ളതാണല്ലോ. ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വാല്യൂ വേറെ. അപ്പൊ ജനങ്ങളോടും കുറച്ച് കടപ്പാടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഞാൻ ഇലക്ഷൻ എന്നിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ 1-2 പേരിൽ ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഇപ്പം 3 വർഷം കഴിഞ്ഞ് 6 വർഷമായി പ്രവർത്തിക്കുന്നത്. ഇത്തവണ എൻ്റെ അടുത്ത് ഇടവേള ബാബുവും ബാബുരാജും കൂടിയാണ് പറഞ്ഞിട്ട് ഇനി കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത്. അല്ലാണ്ട് ഇതിൽ നിൽക്കാനുള്ള കൊതി കൊണ്ടൊന്നുമില്ല. ശരിക്കും പണിയെടുക്കാനുള്ളൊരു ഇത് തന്നെയാണ്. വെറുതെ ജയിച്ച് പോകുന്നവരുണ്ട്, പക്ഷെ നമ്മൾ പണിയെടുക്കുന്ന ഒരാളും കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ ഇലക്ഷൻ വരുന്നു. അപ്പോൾ എനിക്ക് അവകാശം ഉണ്ടെങ്കിൽ ജയിപ്പിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്താണെങ്കിലും ജനാധിപത്യമാണല്ലോ. അപ്പോൾ നിൽക്കാൻ താല്പര്യമുള്ളവർ നിൽക്കട്ടെ. ഇതിനകത്ത് 506 മെമ്പേഴ്സ് ഉണ്ട്. അവർ തെരഞ്ഞെടുക്കുന്നവർ ജയിക്കട്ടെ, അവർ പ്രവർത്തിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. അത് ജനാധിപത്യ രീതിയാണ്. അപ്പൊ ലാലേട്ടൻ പക്ഷേ യുനാനിമസ്ലി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഉണ്ണിമുതന്റെ ഒരാൾ കൊടുത്തിരുന്നു, പക്ഷെ അത് തള്ളിപ്പോയി നോമിനേഷൻ. അനൂപ് ചന്ദ്രൻ കൊടുത്തിരുന്നു. അനൂപ് ചന്ദ്രൻ, കുക്കു പരമേശ്വരൻ, ജയൻ ചേർത്തല 3 പേരും ലാലേട്ടൻ ഇല്ലെങ്കിൽ ആ പൊസിഷനിലേക്ക് മത്സരിക്കാനും പിന്നീട് സിദ്ദിഖിക്ക് എതിരായിട്ട് കൊടുക്കും. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ന്യൂസ് പുറത്തു വരുന്നത് അത് എനിക്ക് എങ്ങനെ വന്നു എന്നുള്ള എനിക്ക് അറിയില്ല. അത് 2-3 സ്ഥലത്ത് ഞാനത് വായിച്ചു. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ നിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോ അവർ കൊടുക്കുക, അങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവും. പക്ഷെ ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും നിൽക്കില്ല. സിദ്ദിഖിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ന്യൂസ് ഒന്നുണ്ടായിരുന്നു. ഇല്ല, അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആർക്കും മത്സരിക്കാമല്ലോ. അതിന് ഇന്ന പോലെ ഇന്ന ക്വാളിറ്റി വേണമെന്നൊന്നുമില്ല. ആർക്ക് മത്സരിക്കണമെങ്കിലും ഇതിൻ്റെ അകത്ത് മത്സരിക്കാം, വോട്ട് പിടിക്കാൻ, ജയിക്കാം. ലാലേട്ടൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും എതിര് നിൽക്കില്ല. എനിക്ക് കേരളത്തിൽ ആരും നിൽക്കില്ല. അതെങ്ങനെയാ വാർത്ത ഒന്നും എനിക്കറിയില്ല. ഇങ്ങനെ തന്നെ വാർത്ത. ഞാൻ ഓടുന്നു ലാലേട്ടനെതിരായിട്ട് ഇവരെങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് എല്ലാവരും സംസാരിക്കുകയും ചെയ്തൊരു കാര്യമാണ്. അതൊരു റോങ് ഇൻഫർമേഷൻ ആണ്. അത് റോങ് ആയിട്ടുള്ള ഇതാണ്. ഓക്കെ. അപ്പം ഇടവേള ബാബുചേട്ടന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, രാഷ്ട്രീയം ഇല്ലാത്തവർ നേതൃനിരയിലേക്ക് വരണം. ഞാൻ ഇത്രയും വർഷമായി, ഇനി ബാക്കിയുള്ള ആളുകൾ ഈ ഇടവേള ബാബുചേട്ടൻ സ്വമേധയെ ഇറങ്ങിയതാണോ അതെയോ എന്താ? അദ്ദേഹത്തിന് ശരിക്കും സാച്ചുറേഷൻ എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അതിൽ 25 വർഷമായി അദ്ദേഹം കഴിക്കുന്നത് പുറത്തുള്ള ഭക്ഷണമാണ്. അറിയാലോ, ഒരാഴ്ച നിങ്ങൾക്ക് തന്നെ ഒരു 10 പ്രാവശ്യം ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ട്. ഇടക്കൊക്കെ വിളിക്കുമ്പോൾ ഫുഡ് പോയിസൺ ആയിരിക്കും. എത്ര പുറത്തുനിന്ന് എത്ര ഇത് കഴിച്ചാലും സംഭവിക്കാതെ. അദ്ദേഹം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളെ ഇടയ്ക്കൊക്കെ മാത്രമേ വീട്ടിൽ പോകാറുള്ളൂ. പുറത്തുള്ള സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറില്ല. ഭക്ഷണം, പിന്നെ ശാരീരികമായിട്ട് അസ്വസ്ഥതകൾ വരും. പിന്നെ എത്ര നാളായി പുള്ളിക്ക് തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു മൊണോട്ടനസ് ആണല്ലോ. പുള്ളി തന്നെ എല്ലാം കൈകാര്യം. അപ്പൊ ഇന്ന് ഒരു റിലാക്സ് ചെയ്യണം, റെസ്റ്റ് ചെയ്യണം എന്നുള്ള മാറുന്നൊന്നുമില്ല. പുള്ളി തന്നെ ഇതൊക്കെ ഇതിന്റെ ഒരു മെക്കാനിസം ഒക്കെ പുള്ളിക്ക് തന്നെ അറിയാൻ പാടുള്ളൂ. പക്ഷെ ഇത് കടിച്ച് തൂങ്ങി നിൽക്കുന്നതല്ല എന്നുള്ള ജനങ്ങൾ അറിയിക്കണമല്ലോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും വിചാരിക്കും ഈ പുള്ളി എന്താണ്. ആരെങ്കിലും ഇപ്പൊ ചേട്ടനോ ലാലേട്ടനൊക്കെ ആരെങ്കിലും എന്റെ ആവശ്യമുണ്ടോ അതെങ്ങനെ കണ്ടിന്യൂ? അല്ല, ലാലേട്ടൻ പറഞ്ഞത് ഇദ്ദേഹം ഒന്ന് എൻജോയ് ചെയ്യട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. കാരണം അത് അത്ര ശരിക്കും പറഞ്ഞാൽ പട്ടിപ്പണി എടുക്കുന്ന മനുഷ്യൻ. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഞാൻ ഇടയ്ക്ക് എപ്പോഴൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആ ഓഫീസ് റൂമിൽ എപ്പോഴും ഉണ്ടാവും. ഇത്രയും പേർക്ക് 100-100 ചെല്ലാൻ പേർക്ക് 5000 രൂപ വെച്ച് അയക്കണം. ഇൻഷുറൻസിന്റെ കാര്യം നോക്കണം, ലെറ്റേഴ്സ് ഉണ്ട്. മറ്റേ അതുപോലെ തന്നെ പല കാശുകൾ, അടവിന്റെ പരിപാടി, ലോൺ, അങ്ങനെ ലോണൊന്നുമില്ല നമുക്ക്. പക്ഷെ വക്കീലന്മാരുടെ കാര്യം നോക്കണം, കേസുകൾ ഉണ്ടെങ്കിൽ സെറ്റിൽ ചെയ്യണം. അതായത് ഒരു നടന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ FFK ആയിട്ട് പോയി സംസാരിക്കാൻ നിൽക്കണം. അവരുടെ ശത്രുത മേടിച്ചു വാങ്ങണം. അതുകൊണ്ട് പുള്ളി കേൾക്കുമ്പോ സുഖമുള്ളതാണെന്നുണ്ടെങ്കിൽ സിനിമയിലെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവര് ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സംഘടനകളായിട്ടൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും വരും. സിനിമയിൽ അഭിനയിക്കലും നടക്കില്ല. ഇപ്പം ആരൊക്കെയാണ് കൊടുത്തത് ജനറൽ സെക്രട്ടറി ആയിട്ട്? ഇപ്പൊ സിദ്ദിഖുണ്ട്, ഉണ്ണി ശിവപാല് കൊടുത്തിട്ടുണ്ട്, കുക്കു പരമേശ്വരനുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഇന്ന പക്ഷം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ചേട്ടൻ? ഇപ്പം അങ്ങനെ ഒരു പാനൽ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പറഞ്ഞ് അനൗൺസ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. എങ്കിലും നോട്ടീസ് അടിക്കാതെ ഒരു പാനലുണ്ട്. അമ്മയുടെ ഒരു പാനലുണ്ട്. അതെല്ലാവർക്കും അറിയാൻ ചെയ്യാം, നിങ്ങൾക്കും അറിയാം. അതറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആരാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ളവർ. പക്ഷെ അങ്ങനെ ഒരു പാനൽ എന്ന് പറയണ്ട. ജനങ്ങൾ പിന്നെ പാനലിന്റെ പേരിൽ ഇനി ജയിപ്പിച്ചു എന്നുള്ളത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് വ്യക്തിത്വമുള്ളവർ ജയിക്കട്ടെ എന്ന് പറഞ്ഞാണ് ലാലേട്ടന്റെ തീരുമാനം.
നല്ലൊരു തീരുമാനം. മമ്മൂക്ക ഈ സ്ഥാനങ്ങളിലേക്കൊക്കെ എന്താണ് വരാത്തത്? മമ്മൂക്ക അടുത്ത് ചോദിച്ചു നിൽക്കണ്ടേ, അപ്പൊ ഇതില് എന്താണ് മമ്മൂക്ക വരാത്തത്? എന്താണ് ഞാൻ കഴിഞ്ഞതിന്റെ മുന്നേ ഒരു 2-3 വർഷം മുന്നത്തെ ക്രൗണിൽ വെച്ച് നടന്ന ഇതില് നമ്മളൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്ക അന്ന് ആ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം കുറേ സോഷ്യൽ മീഡിയ പേജുകളിലും ഓൺലൈൻ ന്യൂസിലൊക്കെ മമ്മൂക്ക ഏറ്റവും പുറകിൽ പോയിരിക്കുന്നു. അതെന്താ മമ്മൂക്ക മുമ്പിലേക്ക് വരാൻ ഓർക്കുന്നുണ്ടോ ഏട്ടൻ? മമ്മൂക്ക എൻജോയ് ചെയ്തിരിക്കുക. അത് ബാബുരാജന്റെ കൂടെ ഏറ്റവും പറഞ്ഞിരുന്ന എല്ലാവരും കാണാലോ. മമ്മൂക്ക് ഈ സ്ഥാനമാനങ്ങളിലേക്കൊന്നും അങ്ങനെ താല്പര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? മമ്മൂക്കയെ തേടിയാണല്ലോ എല്ലാ സ്ഥാനങ്ങളും വരുന്നത്. മമ്മൂക്ക തേടി പോകാറില്ല. അതെ, മമ്മൂക്ക പറയാറുണ്ട് സിനിമക്ക് എന്നെ ആവശ്യമില്ല, എനിക്കാണ് സിനിമ വേണ്ടതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, മമ്മൂക്കയെ തേടി തന്നെയാണ് സിനിമ ചെയ്തത്. അങ്ങോട്ട് സിനിമ അല്ല, അങ്ങോട്ട് തേടി പോകുന്നതാണ്. കാരണം അവരങ്ങനെ പറയുന്നുണ്ടെങ്കിലും മമ്മൂക്കൊക്കെ സ്ഥാനങ്ങളും ഇതെല്ലാം അദ്ദേഹത്തിനെ തേടിയാണെന്നുള്ളത്. ഇപ്പൊ അറിയാലോ, ഇപ്പൊ അവാർഡ്സ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിനെ തേടിയാണ്. അദ്ദേഹം അത് തേടി നടന്നിട്ടില്ല.